ഫസ്റ്റ് മോഡ്യൂളിൽ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസും പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഈ രണ്ട് മെയിൻ ടോപ്പിക്സ് ആണുള്ളത്. ഫണ്ടമെൻ്റൽസ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽസ് ഓഫ് ഓട്ടോമാറ്റിക് കറണ്ട്. അപ്പോൾ ബേസിക് ഇലക്ട്രോണിക്സ് നമ്മൾ പഠിച്ച സമയത്ത് we are discussed what is the difference between AC and DC. AC means alternating current, when DC means direct current. Then in all electrical power generations are in the form of AC. Then transmission is also in terms of AC. Then most of the power equipments in our household applications, everything is works under AC current. അപ്പോൾ ഈ എ സി ക്വാണ്ടിറ്റി, എ സി കറണ്ട് ആണ് ഡി സി എക്യുപ്മെൻറ്റ്സിനെ കഴിഞ്ഞും കൂടുതലും ട്രാൻസ്മിഷനും ജനറേഷനും ഒക്കെ എ സി ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും, ഫോർ എക്സാമ്പിൾ ടി വി, റേഡിയോ, കമ്പ്യൂട്ടർ, ഓവൻസ്, ഇങ്ങനെയുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും അതിൽ നമ്മൾ കൊടുക്കുന്ന പവർ എ സി ആണ്. അപ്പോൾ എ സി ക്വാണ്ടിറ്റി നമ്മുടെ വീടുകളിൽ എത്തുന്നത് 230 വോൾട്ട് 50 ഹെർട്സ് എ സി. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്. പിന്നെ അതിൻ്റെ മാക്സിമം RMS വോൾട്ടേജ് പറയുന്നുണ്ട്. RMS എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ സിസ്റ്റം 50 ഹെർട്സ് എ സി ആണ്. ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷൻസിൽ വരുന്ന വോൾട്ടേജ് 230 അല്ലെങ്കിൽ മാക്സിമം 250. 230 വോൾട്ട് 50 ഹെർട്സ് എ സി ആണ് ജനറലി നമ്മൾ എ സി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ പവർ. അപ്പോൾ എ സി കറണ്ട് എന്താണ്, എ സി ഡി സി ഇതിനുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് അടുത്തത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് ബേസ്ഡ് ഓൺ ദ ഷേപ്പ്. അപ്പോൾ സിഗ്നൽസ് പല ടൈപ്പ് ഉണ്ട്. നമ്മൾ ആദ്യം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചത് എ സി സിഗ്നലിൻ്റെ വേവ് ഫോം കണ്ടു, ദെൻ ഡി സി എന്താണെന്ന് കണ്ടു. അപ്പോൾ ഇതിനകത്ത് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലിൽ അതിൻ്റെ ഷേപ്പ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽ ഷേപ്സ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് സിഗ്നൽസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഫെമിലിയർ ആയിട്ടുള്ള വൺ ഈസ് ഓൾട്ടർനേറ്റിംഗ് സിഗ്നൽ, അതായത് ഒരു സൈൻ വേവ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ദെൻ ഡയറക്റ്റ് കറണ്ട്, ഒരു കോൺസ്റ്റൻറ്റ് വേരിയിങ് സിഗ്നൽ, അതായത് ടൈം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വാല്യൂ ഫിക്സഡ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് കാണിച്ചിട്ടുണ്ട്. ദെൻ ഏറ്റവും മുകളിൽ പൾസേറ്റിംഗ് സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ റെക്ടിഫയറിൻ്റെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇതൊക്കെ പൾസേറ്റിംഗ് ആയി. ദെൻ തേർഡ് വന്ന ഒരു വേരിയബിൾ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പല ഡിഫറെൻറ്റ് സിഗ്നൽ ഷേപ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി? ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഈ സൈൻ വേവ് ആണ്. ഈ ഷേപ്പ് ഈസ് ഓൾട്ടർനേറ്റിംഗ് അറ്റ് എ ഫിക്സഡ് ഇൻ്റർവൽ. Okay, next slide. Then examples for alternating signal. I already told alternating signal means a particular shape is repeated at a regular interval. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് സൈൻ വേവ് എന്ന് പറയുന്നത്. സൈൻ വേവ് മീൻസ് it will follow a particular shape based on the function സൈൻ തീറ്റ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സൈൻ ഫംഗ്ഷൻ അനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റീവ് സിഗ്നലാണ് സൈൻ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഈസ് വേരിയിങ് അക്കോർഡിംഗ് ടു ദ സൈൻ ഫംഗ്ഷൻ. സോ in this slide the first one is amplitude variation proportional to a sine function, so it is called a sine wave. Then second one is a complex wave. Its function will be a complex function. Okay, നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ there may be number of sine and cos functions may be there. It will be a sum of sine cos functions. അപ്പോൾ അങ്ങനെ ഒരു ഷേപ്പ് കിട്ടുന്നത് ആ ഒരു ഫംഗ്ഷൻ അനുസരിച്ചാണ്. This one is also an alternating signal. Its shape is alternating at a regular interval. Okay. Then third one is a triangular wave. Its shape is a triangular wave. അതായത്
ട്രയാങ്കുലർ വേവിൻ്റെ ഷേപ്പ് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് എ സ്ക്വയർ വേവ്. ഓക്കെ, ഇതിനകത്ത് ട്രയാങ്കുലർ സൈൻ, സ്ക്വയർ ഇതൊക്കെ നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ കൊടുത്തിരിക്കുന്ന കോംപ്ലക്സ് വേവ് 2-3 സ്ക്വയർ വേവിൻ്റെയും സൈൻ വേവിൻ്റെയും സമ്മാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓൾട്ടർനേറ്റീവ് സിഗ്നലിന് എക്സാമ്പിൾ ആണ്. Then what is AC and DC? Its difference is shown in terms of figure. In the first figure you can see a direct current connected to a DC power supply or battery is connected to a resistor. The second one, an alternating current is connected to a resistor. Then the last figure shows what is the variation of voltage across the resistance. ഫസ്റ്റ് ഫിഗറിൽ ഒരു ഡി സി സോഴ്സ് റെസിസ്റ്റൻസിലേക്ക് കൊടുത്തിരിക്കുന്നു. സെക്കൻഡിൽ ഒരു എ സി സോഴ്സ് റെസിസ്റ്റൻസിൽ കൊടുത്തിരിക്കുന്നു. രണ്ടിലും റെസിസ്റ്റൻസ് ഈസ് ദ ലോഡ്. അപ്പോൾ ദിസ് സോഴ്സ് in the first case it is a DC battery, in second case it is an alternating voltage. അപ്പോൾ in both case there will be a current through this load resistance. Then what is the difference between the response of current through these resistances due to these different input supplies? In both case the resistance are same. Okay, so in first case the source or the driving force is a DC, so its response is the current through this resistance will be a constant. We know the Ohm's law, I is equal to V by R. So the voltage dropped across this resistance is also a constant. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് എന്താണോ ആ വോൾട്ടേജ് തന്നെ നമുക്ക് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡി സി കറണ്ട് ഈ റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്നു. ദാറ്റ് കറണ്ട് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദിസ് റെസിസ്റ്റൻസ്. വി ഇസ് ഈക്വൽ ടു ഐ ആർ. സോ നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് വി ആണെങ്കിൽ വി ക്യാൻ മെഷർ എ വോൾട്ടേജ് equal to V across this resistance. So അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈം ദിസ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ കെപ്റ്റ് ഇൻ എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്. അപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് വി ആണെങ്കിൽ വി വിൽ ഗെറ്റ് വി അറ്റ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന രണ്ട് ഫിഗറും ഐഡിയൽ കേസിലാണ്. സോ ഇൻ ആൻ ഐഡിയൽ കണ്ടീഷൻ ദിസ് വോൾട്ടേജ് will remains at a constant value at the entire time. Okay, ഇൻപുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് കേസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് അപ്ലൈഡ് ടു ദ റെസിസ്റ്റൻസ്. അപ്പം യു ക്യാൻ ചെക്ക് ദ ദ സിമ്പിൾ യൂസ് ഫോർ ദ ഓൾട്ടർനേറ്റിംഗ് ഇൻപുട്ട്. അവിടെ ഒരു സർക്കിളിനകത്ത് ഒരു സൈൻ ഫംഗ്ഷൻ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഇൻഡിക്കേറ്റ് an alternating input supply. Then in first figure the direction of current is also marked. രണ്ട് ഡയറക്ഷനിലും കറണ്ട് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് വിൽ ചേഞ്ച്. അപ്പോൾ നിങ്ങൾക്കറിയാം കൊടുത്തിരിക്കുന്ന സിഗ്നൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണെങ്കിൽ it may have two half cycles. One is positive half cycle, second is negative half cycle. During positive half cycle the current direction may be in one direction, and during negative half cycle the direction will be changed into the opposite direction. So a bidirectional current will flow through the resistance. In the first case the direction of current is unique. ഒറ്റ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. പ്ലസ് ടു മൈനസോ അല്ലെങ്കിൽ അപ് ടു ഡൗൺ എന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇൻ സെക്കൻഡ് കേസ് ഇഫ് യു ആർ യൂസിങ് ആൻ ഓൾട്ടർനേറ്റിംഗ് സോഴ്സ് the current direction will change at a regular interval. Direction of current flow. ഇപ്പോൾ പറഞ്ഞത് തന്നെ ഡി സി സോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ വോൾട്ടേജ് സോഴ്സ് 10 വോൾട്ട് കാണിച്ചിട്ടുണ്ട്. ദെൻ റെസിസ്റ്റൻസ് 6, കറണ്ട് ഫ്ലോ ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. അപ്പോൾ പ്ലസ് ടു മൈനസ് ആണ്, അതായത് ഹോൾസിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ സാധാരണ കറണ്ടിൻ്റെ ഡയറക്ഷനായിട്ട് കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് current will start from the positive sign, അല്ലെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് ദ
supply, then follows through the resistance, and finally it will reach at the negative terminal of this voltage supply അല്ലെങ്കിൽ battery. So current direction will be from plus to minus. So current resistance capital R കാണിച്ചിട്ടുണ്ട്, then current flow കാണിച്ചിട്ടുണ്ട്. I amount of current will flow through this particular resistance. I is equal to 10 divided by capital R. In second case, the input signal is an alternating current, alternating voltage. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് കാണിച്ചിട്ടുണ്ട് 10 വോൾട്ട് RMS. RMS മീൻസ് റൂട്ട് മീൻ സ്ക്വയർ, അതായത് ഡി സി ഈക്വലന്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എ സി സിഗ്നൽ, അതാണ് RMS എന്ന് പറയുന്നത്. നോക്കുക, അതിനകത്ത് കറണ്ട് ഫ്ലോ ഇറ്റ് ഈസ് ഷോൺ ആസ് ബൈ ഡയറക്ഷണൽ. ഓക്കെ, ഐയുടെ ഡയറക്ഷൻ രണ്ട് ഡയറക്ഷനിലും കാണിച്ചിട്ടുണ്ട്. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ദ ഡയറക്ഷൻ വിൽ ബി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ കേസിൽ ടോപ്പ് ടു ബോട്ടം എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. Then in negative half cycle its direction will be right to left, അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ ബോട്ടം ടു ടോപ്പ്. ഇപ്പൊ രണ്ട് ഡയറക്ഷനിൽ എ സി സപ്ലൈ കൊടുക്കുമ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഈ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ ചേഞ്ച് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഇന്റർവെല്ലിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് സിഗ്നൽ ഇൻപുട്ട് കൊണ്ടാണ് ഉണ്ടായതെന്ന് പറയുക. Next slide. So the definition of alternating current: the movement of charge through a medium that changes its direction periodically. So direct current എന്ന് പറയുമ്പോൾ its movement of charge through a particular conductor only in one direction. ഇപ്പോൾ എ സിയിൽ രണ്ട് ഡയറക്ഷനിലും കറണ്ട് ഫ്ലോ വരുന്നു, ഡി സിയിലാണെങ്കിൽ സിംഗിൾ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ. താഴെ നിങ്ങൾക്ക് ഒരു ആനിമേറ്റഡ് ജിഫ് കാണാൻ പറ്റും എ സി സിഗ്നലിൽ എന്താണ് സംഭവിക്കുന്നുള്ളത്. അപ്പോൾ ഒരു ബൾബ് ഇൻകാൻഡസെന്റ് ലാമ്പാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന എ സി കറണ്ടിന്റെ ഡയറക്ഷൻ അതിൽ ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, കറണ്ട് രണ്ട് ഡയറക്ഷനിലും പോകുന്നുണ്ട്. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ദ കറണ്ട് ത്രൂ ദ ലോഡ്, ദാറ്റ് ഈസ് ദ ഹിയർ ഇറ്റ് ഈസ് ദ ലോഡ് റെസിസ്റ്റൻസ് ഈസ് എ bulb. Its intensity will vary from 0 to a maximum, then towards 0. ഇനി നെഗറ്റീവ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ വരുമ്പോഴും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി സീറോയിൽ നിന്ന് ഒരു നെഗറ്റീവ് മാക്സിമം. ഹിയർ ഇറ്റ് ഈസ് ബൾബ് ഗ്ലോ ചെയ്യുന്നത് പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും, അപ്പോൾ വീണ്ടും ബൾബ് ഗ്ലോ ചെയ്യും, ദെൻ അത് വീണ്ടും സീറോയിലേക്ക് വരും. അപ്പോൾ 50 ഹെർട്സ് ആണ് നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന ഓൾട്ടർനേറ്റീവ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ ഈ ബൾബ് ഓൺ ഓഫ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് നമ്മൾ അറിയാതെ പോകുന്നത്. അതായത് ഒരു 10 മില്ലി സെക്കൻഡ് സമയം കഴിയുമ്പോൾ നമ്മുടെ വീടുകളിലുള്ള എല്ലാ ലോഡിലേക്കുള്ള സപ്ലൈ സീറോ ആവുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് അത് വീണ്ടും സീറോയിലെത്തുമ്പോൾ ലോഡിലേക്ക് കൊടുത്തിരിക്കുന്ന കറണ്ടും സീറോ ആവും. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു, അടുത്ത 10 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും അത് സീറോ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ഡിസഡ്വാൻറ്റേജ് കൊണ്ടിട്ടാണ് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. ഓക്കെ, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് 1/16 ഓഫ് എ സെക്കൻഡ്. അത്രയും സമയത്തിന് ഇതിനെക്കഴിഞ്ഞും കൂടുതൽ സമയം ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കിത് ഓണോ ഓഫോ ആവുന്നത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.